ആതിര മിസ് ആണ് കേട്ടോ. എടാ, നമ്മൾ എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമായിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. ഈ ഒരു പ്രവർത്തനം, കുറിപ്പ് തയ്യാറാക്കാനുള്ള പ്രവർത്തനം നിങ്ങൾ എക്സാം പേപ്പറിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പം ഒരു കുറിപ്പ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് രീതിയിലാണ് എഴുതേണ്ടത്, എങ്ങനെയാണ് എഴുതേണ്ടത്, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ. അപ്പം ആ ഒരു കൺഫ്യൂഷനൊക്കെ ഒരു ആൻസർ ആയിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണാൻ തയ്യാറാണോ? അങ്ങനെയാണെങ്കിലേ മിസ്സിൻ്റെ ഈ വീഡിയോയുടെ തുടക്കം മുതൽ അവസാനം വരെ നല്ല കുട്ടികളായിട്ട് കാണാം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്താ ചെയ്യേണ്ടത്, നമ്മളെ ഈ ഒരു ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ നിൽക്കുന്നവരുണ്ടെങ്കിൽ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളാം കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവുകയുള്ളൂ. കാരണം നമ്മൾ ഈ ചാനലിൽ ഇടുന്ന നിങ്ങൾക്ക് വേണ്ട വീഡിയോസൊക്കെ നിങ്ങൾക്ക് സ്പോട്ടിൽ എത്തുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് കുത്തിരുന്ന് കാണാമല്ലോ. അത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഈ വീഡിയോയുടെ ഒരു കമൻറ്റ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ മിസ്സിൻ്റെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളുണ്ടല്ലോ, താഴെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുതേ. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം നമ്മുടെ കുറിപ്പിലേക്ക് കിടക്കാം. യെസ്, എടാ, ഒരു കുറിപ്പ് തയ്യാറാക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഉദ്ദേശ്യവും ലക്ഷ്യവും വ്യക്തമാക്കുക. എന്താണ് ആ കുറിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും അതേപോലെ ലക്ഷ്യം എന്താണെന്നൊക്കെ നിങ്ങൾ വ്യക്തമാക്കിയിട്ട് വേണം ആ ഒരു കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. പിന്നെയോ ആവശ്യമായുള്ള വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തുക. അനാവശ്യ കാര്യങ്ങളൊന്നും അതിൽ ഉൾപ്പെടുത്തേണ്ട ഒരാവശ്യമില്ല കേട്ടോ. ആവശ്യമായുള്ള വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം എന്ത് തയ്യാറാക്കേണ്ടത്, കുറിപ്പ് തയ്യാറാക്കേണ്ടത്. മുഖ്യ കാര്യങ്ങൾക്ക് മുൻഗണന നൽകുക, എളുപ്പമുള്ള ഭാഷ ഉപയോഗിക്കുക. എന്താടാ, പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുക. പിന്നെയോ എളുപ്പമുള്ള ഭാഷ ഉപയോഗിക്കുക. വളരെ സിമ്പിളായിട്ടുള്ള ഭാഷകൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സെറ്റാണ് കേട്ടോ. ആകർഷകമായ തുടക്കവും അവസാനവും കൊടുക്കുക. അതായത് അത് വായിക്കുന്നതിന് നമുക്കൊരു ഇത് തോന്നണ്ടേ, വായിക്കാൻ ഇഷ്ടം തോന്നണ്ടേ, അതേപോലെ തന്നെ ആകർഷിപ്പിക്കേണ്ട മറ്റുള്ളവരെ. അതിന് വേണ്ടി നല്ലൊരു തുടക്കം കൊടുക്കണം, അതേപോലെ നല്ലൊരു അവസാനം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ കുറിപ്പ് സെറ്റാണ്. ഈ വിവരങ്ങളും കാര്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ മക്കളെ, നിങ്ങൾക്ക് ഈ പ്രാവശ്യത്തെ എക്സാമിന് വരുന്ന കുറിപ്പ് നല്ല മാർക്കോടെ തന്നെ എഴുതാൻ പറ്റുന്നതായിരിക്കും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ കാര്യം മറക്കണ്ട, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ എക്സാം നന്നായിട്ട് എഴുതുക കേട്ടോ. നിങ്ങൾക്ക് എക്സാമിനോടനുബന്ധിച്ച് ഒരുപാട് ലൈവുകളും കാര്യങ്ങളൊക്കെ ദിവസവും നടക്കുന്നുണ്ടല്ലോ. അപ്പം നിങ്ങൾ എല്ലാ ലൈവിലും ജോയിൻ ചെയ്യുക. മാക്സിമം നമ്മൾ എജ്യൂപോർട്ടിനെ യൂസ് ചെയ്യുക, ടീച്ചേഴ്സിനെ യൂസ് ചെയ്യുക, ക്ലാസ്സസ് കാണുക, ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. അപ്പം എന്തായാലും എക്സാം എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്താൽ ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.